ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കോഴീനെ വാങ്ങാൻ പോവാം കേട്ടോ. 2000 രൂപയുണ്ട്. 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 കോഴി, 20 കോഴി അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് കോഴി. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടി ഓടിക്കുമ്പോൾ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെയും കൂട്ടിയാണ് കേട്ടോ പോണത്. നമുക്ക് മെയിൻ റോഡിൽ എത്തണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. മെയിൻ റോഡിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളിത് ഇപ്പോൾ തന്നെ അവിടെ എത്തിയില്ല കേട്ടോ. ഇപ്പോൾ എത്തും. അനിയനോട് ഒരുപാട് വഴക്ക് പിടിച്ചിട്ടാണ് അവൻ കൊണ്ടുപോകണത്. എത്തിയിട്ടോ നമ്മളവിടെ. ഇതാണ് നമ്മുടെ ചെറിയൊരു ഫാം. വലിയ സെറ്റപ്പൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിയുണ്ട്. താറാവ് തന്നെ 2 സൈസുണ്ട്, കുഞ്ഞിതും വലുതും. പിന്നെ കോഴി അങ്ങനെ തന്നെ നാടൻ കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, അങ്ങനെ പല ടൈപ്പുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ ഓരോന്നിൻ്റെ വിലയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നു. പിന്നെ നമുക്ക് 20 കോഴീനെ വേണമെന്ന് പറഞ്ഞു. അവർ 600 രൂപ പറഞ്ഞു കേട്ടോ 5 എണ്ണത്തിന്. അപ്പോൾ കുറച്ച് തരുമെന്നൊക്കെ ചോദിച്ചു. നമ്മൾ കുറച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് തരാൻ മടി കാണിച്ചു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ ഒരു കോഴീനെ എക്സ്ട്രാ തരാം, അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കോഴി എന്ന് കേട്ടപ്പോൾ അത് നമുക്കും ഒരു നഷ്ടം പോലെ തോന്നി. കാരണം പിന്നെയും കുറച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കോഴീനെ കൊടുക്കുന്നു പറഞ്ഞു ചേട്ടനോട്. അങ്ങനെ നമുക്ക് 2400 രൂപയ്ക്ക് 22 കോഴീനെ അവർ തന്നു കേട്ടോ. നമ്മുടെ കോഴീനെ 3 എണ്ണം വെച്ച് അവർ കെട്ടണാണ് കാണുന്നത്. കെട്ടി മാറ്റിയിടുക. അപ്പോൾ തന്നെ അവിടെ വേറെ ചേട്ടൻ 2 കോഴീനെ വേണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അത് എനിക്ക് തോന്നുന്നു നാടൻ കോഴിയായിരുന്നു കേട്ടോ. അത്യാവശ്യം വിലയുണ്ട്, 350-400 എന്തോ പറഞ്ഞത് 2 കോഴിക്ക്, കോഴി കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ആ ചേട്ടന് കൊടുത്തുവിട്ടിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് അധികം പിടിക്കണമല്ലോ. ചേട്ടന് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ചേട്ടൻ ആദ്യം പിടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിടിച്ചു തരണേ. നമ്മൾ സഞ്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ബോക്സിലൊക്കെ ആക്കി തന്നു വിട്ടെ. അപ്പോൾ ചത്തു എന്നുള്ള പേടി ഉണ്ടായിരുന്നു. എന്നാലും അവർ തലയൊക്കെ മുകളിലോട്ട് വെച്ച് ചേച്ചി ഞങ്ങൾക്ക് കാണിച്ചു തരണം ആ കാണുന്നത്. ഇത് ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ. തമിഴാണ് കേട്ടോ അവർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫോൺ ഓഫായി പോയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യിക്കായിരുന്നു. ചെയ്തോന്നൊന്നും അറിയില്ല. 2000 കൊണ്ട് പോയിട്ട് നമുക്ക് 2400 രൂപ കൊടുക്കേണ്ട വന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. 20 എന്നുള്ളത് 22 കോഴീനെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരാന്ന് വെച്ചു. വീഡിയോയ്ക്ക് മുഖം കൊടുക്കാത്ത എൻ്റെ അനിയനെയാണ് കേട്ടോ കണ്ടത്. ചേച്ചിക്ക് സന്തോഷമായി കേട്ടോ, നമ്മൾ അത്രയും കോഴീനെ വാങ്ങിയതുകൊണ്ട്. അവർ നമുക്ക് 2 എണ്ണം എക്സ്ട്രാ തന്നുകൊണ്ട് നമുക്ക് സന്തോഷമായി. നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അത് കവറിലായതുകൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന്. എത്രയും പെട്ടെന്ന് വീടെത്തണം എന്നുള്ളൊരിത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ വീടെത്തി കേട്ടോ. കോഴീനെ എല്ലാം തുറന്നു വിട്ടിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ചെല്ലുമ്പോൾ തന്നെ വെള്ളം കൊടുക്കണമെന്ന്. കാരണം കൂട്ടിൽ അങ്ങനെ കൊണ്ടുവന്ന് അമ്മ എല്ലാത്തിനും അഴിച്ചിട്ട് നോക്കുകയാണ്. വെള്ളമൊക്കെ കൊടുത്തു, കുഴപ്പമില്ലാന്ന് കണ്ടു. അപ്പോൾ ഇനി അവിടെ കൂട് കുറച്ച് നീങ്ങി മുകളിലാണ്, ആ മുകളിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് അടുത്ത രീതിയിൽ കാണാം കേട്ടോ. ബൈ.